ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാ. നിങ്ങൾ ഗൂഗിൾ ചെയ്തോ നിങ്ങൾ. ഏറ്റവും കൂടുതൽ വികസനം നടക്കുന്ന കേരളം എന്ന് പറയുന്ന ഇന്ത്യയിലെ സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് കണക്കുകൾ കാണാം. ഞാൻ വെറുതെ പറയണല്ല, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാലോ. ഇനിയോ എന്താ അതിനെക്കുറിച്ച് പറയണതെന്നറിയോ? എന്താ പറയണത്? ഓരോ കൊല്ലവും ദിവസവും മാസവും മുന്നോട്ട് പോകുമ്പോൾ ഈ കണക്ക് കൂടുകയാണെന്ന്, ഡൈവോഴ്സിന്റെ കണക്ക്. ആ കണക്കിന്റെ പ്രത്യേകത എന്താ? കേരളം ഇപ്പോൾ ഇന്ത്യയിലെ ഡൈവോഴ്സ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നു എന്ന് എനിക്ക് ഇന്റർനെറ്റ് നോക്കിയാൽ കേട്ടു. ഡിവോഴ്സ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, വിവാഹമോചനങ്ങളുടെ തലസ്ഥാനം കേരളമാണ് എന്ന്. അല്ലേ? കേരളത്തിലെ വിവാഹമോചനം മറ്റ് സംസ്ഥാനങ്ങളിൽ 20 കൊല്ലത്തിനിടയ്ക്കൊക്കെ വിവാഹമോചനം നടക്കുമ്പോൾ കേരളത്തിലെ വിവാഹമോചനത്തിന്റെ കണക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 2 വർഷം കൊണ്ട് വിവാഹമോചനത്തിൽ പെടുന്നു. ഞാൻ ഈ സംസാരിക്കുമ്പോൾ എത്രയോ ആളുകളെ ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് അറിവുണ്ടാകും. കല്യാണം കഴിഞ്ഞ് 6 മാസം കൊണ്ടും 1 കൊല്ലം കൊണ്ടും 2 കൊല്ലം കൊണ്ടും പിരിഞ്ഞു പോയവർ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും നിങ്ങളുടെ കുടുംബത്തിൽ, ഇല്ലേ? പണ്ട് കാലത്ത് ഇങ്ങനെ ഇല്ല. എന്തുകൊണ്ടാ? ഇവിടെ നിന്നുകൊണ്ടാണ് ആധുനിക കുടുംബങ്ങളെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കേണ്ടത്, അല്ലേ? എന്തുകൊണ്ടാ? അപ്പൊ കേരളം ഇങ്ങനെ ഡിവോഴ്സ് ക്യാപിറ്റൽ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇനിയോ ഞാൻ ചെറിയൊരു കണക്ക് കൂടി പറയാം. 2016 കേരളത്തിലെ കുടുംബ കോടതികളിലൂടെ വിവാഹമോചനം നേടിയത് 19,233 പേരായിരുന്നു. കേരളത്തിലെ കുടുംബ കോടതി വഴി വിവാഹമോചനം നേടിയവർ 2016 കണക്ക് എത്രയാ? 19,233. കറക്റ്റ് കണക്കാ പറയണത്. 2017 എത്തിയപ്പോ, അടുത്ത വർഷം എത്തിയപ്പോ അത് 20,140 കൂടി. അതിൻ്റെ അടുത്ത വർഷം 2018 20,000 ഉള്ളത് 23,388 വീണ്ടും കൂടി. അത് കഴിഞ്ഞ് 2019 എത്തിയപ്പോ 23,000 25,000 കൂടി. ആ കണക്ക് ഇത്തിരി മിസ്സിങ് ആയത് 2020-21 കാരണം എന്താ? അന്ന് കുടുംബ കോടതിക്ക് പോകാൻ വയ്യ, കോടതി പൂട്ടിയെടുക്കായിരുന്നു. എന്താ കാരണം? 2020-21 എന്താ കാരണം? കൊറോണ. കോടതിക്ക് പോകാൻ പറ്റൂല. അതുകൊണ്ട് ആ 2 കൊല്ലത്തിരി വിവാഹമോചനം കുറഞ്ഞു. പക്ഷേ 2022 കോടതി തുറക്കാൻ കാത്തുകയായിരുന്നു ആൾക്കാർ. ഡൈവോഴ്സിന്റെ റേറ്റ് 27,000 ചില്ലുവാനാണ്. എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും കുടുംബ കോടതിയുടെ കണക്ക് നിങ്ങൾക്ക് RTIയിൽ കിട്ടും, റൈറ്റ് ഓഫ് ഇൻഫർമേഷനിൽ കിട്ടും. ഇവിടെ ചോദിച്ചു നോക്ക്, നിങ്ങൾക്ക് വീട്ടിൽ വരും കത്ത്, എത്ര റേറ്റ് എന്ന്. ആ റേറ്റാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, കുടുംബം എന്നത് ചില തൽപര കക്ഷികൾ തുരങ്കം വെച്ച് ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് കണക്കുകൾക്ക് നിന്ന് വ്യക്തം. കേരളത്തിലെ കുടുംബ സാഹചര്യത്തിലേക്ക് തുരങ്കം വെച്ചവർ ഞങ്ങളല്ല. ആരാണ് എന്ന് നിങ്ങൾക്കറിയാമത്. കുടുംബം എന്തിനാന്നാ ചോദിക്കുന്നത്, അല്ലേ? ഇന്നത്തെ സിനിമകൾ കുടുംബത്തെ തുരങ്കം വെക്കുന്ന സിനിമകൾ, ആൺ പെൺ ദ്വന്ദ്വത്തെ മാറ്റി നിർത്തുന്ന സിനിമകൾ, റീൽസുകൾ, ഷോർട്സുകൾ കണ്ടോ? വൃത്തികെട്ട ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. എന്നിട്ട് അതിനെ വൻ വിജയമാക്കി വലിയ നടന്മാർ ഉപയോഗിച്ച് ഈ സിനിമകളൊക്കെ എടുത്ത് ഹിറ്റാക്കി നമ്മുടെ പാവപ്പെട്ട മക്കൾ ഈ തോണ്ടിയിരുന്ന് ഫോൺ കാണുന്ന മക്കൾക്കിടയിലേക്ക് ഇതിൻ്റെ ആശയങ്ങളുടെ വിത്തുകളെ നിക്ഷേപിക്കപ്പെട്ട് അത് മുളച്ചു പൊങ്ങിയിട്ട് വളർന്നു വലുതാകുമ്പോൾ വിവാഹത്തോട് നെഗറ്റീവായിട്ട് കാണുന്ന മക്കൾ, അങ്ങനെ നിർബന്ധിച്ച് കഷ്ടപ്പെട്ട് കൗൺസിലിംഗ് ഒക്കെ നടത്തി അവസാന വിവാഹത്തിലേക്ക് പോകുന്ന മക്കൾ 2 കൊല്ലം കൊണ്ട് ഈ വിവാഹമോചനം നേടി വീട്ടിലിരിക്കുകയാണ്. പാപ്പാൻ്റെ കണ്ണീരും ഉമ്മാൻ്റെ നെടുവീർപ്പുമായി മക്കൾ മാറുന്ന അവസ്ഥ കാണാൻ നിങ്ങൾക്ക്. ഇത്ര കുടുംബമുണ്ട് നിങ്ങൾക്ക്. ഒരു വിവാഹ ജീവിതം വിജയിക്കാൻ ആദ്യം വേണ്ടത് എന്താ അറിയോ നിങ്ങൾക്ക്? ആ വിവാഹം എന്ന് പറയുന്ന സാധനത്തോട് ഒരു ജെന്യുവിൻ ഇൻട്രസ്റ്റ് വേണം, ഒരു യഥാർത്ഥ താല്പര്യം വേണം. എനിക്കൊരു ഭാര്യ വേണം എന്ന് ഒരു ചെക്കന് തോന്നിയിട്ട് കല്യാണം കഴിക്കുമ്പോഴാണ് അവളെ ചേർത്ത് നിർത്തുക. എനിക്കൊരു ഭർത്താവ് വേണം സ്നേഹിക്കാൻ എന്ന് ഒരു പെണ്ണ് ചിന്തിക്കുമ്പോഴാണ് അവനെ ചേർത്ത് നിർത്തുക. വീട്ടുകാർ നിർബന്ധിച്ചും കൗൺസിലിംഗ് നടത്തിയിട്ടും നാട്ടുകാരൊക്കെ കൂടി ചോദിച്ചിട്ടും എന്നാ പിന്നെ കിടക്കട്ടെ ഒരു ബന്ധം എന്ന് കരുതിയിട്ട് വിവാഹത്തിലേക്ക് പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ചിന്തിക്കണം, നിങ്ങളെ ചെയ്യുന്നത് നിങ്ങളോടുള്ള ക്രൂരതയാണ്. എന്നിട്ട് ഇങ്ങനെ ഇരിക്കണ്. ഈ വാപ്പാക്ക് പുറത്തിറങ്ങാൻ ഈ ആൾക്കാർ ചോദിക്കുകയാണ്, മാനക്കേട്. ആരാ ഈ കുട്ടി? ലക്ഷക്കണക്കിന് പണം കൊടുത്ത് MBBS പഠിപ്പിച്ച ആളുകൾ പോലും വീട്ടിനകത്ത് വിവാഹം വേണ്ടാന്ന് പറഞ്ഞിരിക്കുമ്പോൾ ബാപ്പ പരാജയപ്പെട്ടു പോവാണ്.
പരാജയപ്പെട്ടു പോവാണ്. എന്നിട്ടോ തൻ്റെ കാലം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന ചിന്തയിൽ അയാൾ വീട്ടിനകത്ത് ഖുർആനും സ്കേരൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ്. ഇനിയിപ്പോൾ എന്ത് രസമുള്ളത്? എത്രയോ കഷ്ടപ്പെട്ട് ഗൾഫിലൊക്കെ പോയിട്ട് ഈ മക്കളെ പോറ്റി ആകെ ഗൾഫിൽ പോയിട്ട് എന്താ ഉണ്ടാക്കുക? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്താ ഉണ്ടാക്കുക? ഒരു വീടുണ്ടാക്കും അല്ലേ? പിന്നെ ആകെ തന്നെ ഉള്ളൂ, വേറെ എന്താ ഉള്ളത്? എന്നിട്ട് ആ വീട്ടിനകത്ത് ഒരു ഭാര്യ, മക്കള് ഓരെ പഠിപ്പിച്ച് സൗകര്യങ്ങളൊക്കെ ഒരുക്കി അവസാനത്തെ കുട്ടിയും ഡിഗ്രിയൊക്കെ കഴിയാറാകുമ്പോൾ ബാപ്പ നിർത്തി വരുമ്പോൾ ബാപ്പാക്ക് ഷുഗർ ഉണ്ടാവും, ബാപ്പാക്ക് പ്രഷർ ഉണ്ടാവും, കൊളസ്ട്രോൾ ഉണ്ടാകും, കാലിൻ്റെ മുട്ടിന് വേദന ഉണ്ടാകും, ഊരൊക്കെ നീർക്കെട്ടുണ്ടാകും. ബാപ്പ എന്തിനാ വന്നതെന്നറിയോ? ഭാര്യയെ വിളിച്ച് പറയടി ഞാൻ നിർത്തി പോരുകയാണ്, അവസാനത്തെ കുട്ടി ഡിഗ്രി കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ വന്നിട്ടോ, ഇവിടെ വന്ന് നോക്കുമ്പോൾ അവസ്ഥ എന്താ? കല്യാണം കഴിഞ്ഞ കുട്ടി അത് വേണ്ടാന്നറിഞ്ഞു വരുന്നു. എത്ര പേരാന്നറിയോ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വണ്ടിയെടുത്ത് മക്കളെ കൊണ്ട് വരികയാണ്. എന്നിട്ട് വിളിക്കുമ്പോൾ എന്താ പറയാന്നറിയോ? സാറേ പകൽ സമയത്ത് കാണാൻ പറ്റുമോ? ഞാൻ ചോദിച്ചാൽ അതെന്താ? രാത്രി വണ്ടി ഓടിക്കാൻ വയ്യ, മങ്ങലാണ് കണ്ണിന്, ഷുഗർ കണ്ണിനെ ബാധിച്ചിരിക്കുന്നു. ആ കുട്ടിനെ കൊണ്ട് നടക്കണം അയാൾ ഇപ്പോഴും. അയാളെ നോക്കേണ്ട പ്രായം, ആ ബാപ്പാനെ കുട്ടി നോക്കേണ്ട പ്രായത്ത് ആ ബാപ്പ കൊണ്ട് നടക്കാണ്. എന്നിട്ടോ തിമിരം വന്നിട്ട് നരച്ചുപോയ കണ്ണുകളിൽ കണ്ണീരൊലിപ്പിച്ച് ബാപ്പ പറയാണ്, എന്താ സാറേ ഞാൻ ഈ ചെയ്യേണ്ടത്? എൻ്റെ മക്കൾക്ക് ഞാൻ ദീൻ കൊടുത്തു, ഞാൻ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു, വലിയ വീട്, എൻ്റെ വീട് സൗകര്യമൊക്കെ ഉണ്ട്, ഇത്ര പൈസ ചിലവാക്കിയാ പഠിപ്പിച്ചത്, എന്താ കുട്ടി ഇങ്ങനെ? യഥാർത്ഥമായി നിങ്ങൾക്കൊരു കുടുംബത്തിനോട് താല്പര്യമുണ്ടായാൽ ആ ബന്ധം വിജയിക്കും. എല്ലാം അങ്ങനെയല്ലേ? ബിസിനസ്സിനോട് നല്ല താല്പര്യമുള്ള ഒരു മനുഷ്യന് നിങ്ങൾ ബിസിനസ് തുടങ്ങി കൊടുത്തു നോക്ക്, അവൻ്റെ ബിസിനസ് വിജയിക്കും. ഒരു താല്പര്യമില്ലാത്തൊരു മനുഷ്യനെ നിങ്ങൾ കൗൺസിലിംഗ് നടത്തി നിർബന്ധിച്ച് ഈ ബിസിനസ് ഏറ്റെടുത്തതിന് അത് പൊട്ടിപ്പൊളിഞ്ഞ് പാളിസാവില്ലേ? നിങ്ങൾക്കറിയില്ലേ? അത് ഞാൻ പറയണോ? വേണോ? അവൻ ഇഷ്ടപ്പെടാത്തൊരു ജോലിയിലേക്ക് അവൻ വന്നാൽ ആ ജോലി അവന് ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് കുടുംബം എന്നത് ഒരു മനുഷ്യനെ സംസ്കാരമുള്ളവനാക്കിയ പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒന്നാണ് എന്ന് നാം തിരിച്ചറിയണം. കുടുംബം എന്നത് ഏറ്റവും പ്രധാനമാണ് എന്ന് നമ്മൾ അറിയണം. ഇനിയും വരാൻ പോകുന്ന തലമുറകൾ ഈ നിൽക്കുന്ന റോഡിലൂടെ വണ്ടി ഓടിക്കാൻ നമ്മൾ ഇത്തിരി കാലം മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് യാത്രയാവണം. അത് കഴിഞ്ഞ് പുറകെ വരുന്നവർക്കുള്ളതാണ് ഈ റോഡ്. എൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ മാവ് കണ്ടോ നിങ്ങൾ? ഇതിനിയും പൂക്കും, നാളെയും മറ്റന്നാളും അടുത്ത കൊല്ലവും 10 കൊല്ലം കഴിഞ്ഞാൽ ഈ മാവ് പൂക്കും. പക്ഷേ അതിൽ മാങ്ങ കഴിക്കാൻ നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിനുശേഷം വരുന്നൊരു തലമുറക്ക് വേണ്ടിയിട്ട് തെങ്ങും മാവും ഒക്കെ ഇനിയും പൂത്തുകൊണ്ടിരിക്കും, കായ്ച്ചുകൊണ്ടിരിക്കും. അപ്പോഴോ ആള് വേണ്ടേ? കുട്ടികൾ വേണ്ടേ? തലമുറകൾ ഉണ്ടാവേണ്ടേ? കുടുംബം വേണ്ടേ? അപ്പോൾ ഒന്നാമത്തെ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കി വെക്കേണ്ടത്, ഡൈവോഴ്സിൻ്റെ റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം കേരളത്തിലെ മുഴുവൻ കുടുംബ കോടതികളിലും ഒരു ദിവസം വിവാഹമോചനം നേടിയവരുടെ എണ്ണം 2016 53 ആയിരുന്നു, 53. ഒരു കേരളത്തിലെ മൊത്തം 14 ജില്ലകളിൽ കുടുംബ കോടതികളുണ്ട്. ഒരു ജില്ലയിൽ തന്നെ 3-4 കോടതികളുള്ളതുണ്ട്. ഈ കോടതികളിലെല്ലാം വിവാഹമോചനം, ഒരു ദിവസം നടന്ന വിവാഹമോചനത്തിൻ്റെ എണ്ണം 2016 53 ആയിരുന്നു. നിങ്ങൾക്കറിയൂ, 2022 ആയപ്പോൾ അതിന് ശേഷമുള്ള ഡാറ്റ അവൈലബിൾ അല്ല. ഒരു ദിവസം വിവാഹമോചനം നേടുന്നത് കേരളത്തിൽ 75 പേരാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ നിങ്ങൾക്ക്? ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്ന ജില്ല ഏതാണെന്നറിയോ നിങ്ങൾക്ക്? നമ്മൾ വിചാരിക്കും മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കണമെന്ന് വിചാരിക്കും അല്ലേ? കോഴിക്കോടാണെന്ന് വിചാരിക്കും, കണ്ണൂരാണ്, പിന്നെ മുസ്ലിങ്ങളുള്ളത് കാസർഗോഡ് കണ്ണൂരൊക്കെ അല്ലേ? അല്ല, ഏറ്റവും കൂടുതൽ വിവാഹമോചനങ്ങൾ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, മതമില്ലാത്തവർ, ഇവർക്കൊക്കെ ഇടയിലുള്ള മൊത്തം കണക്കാ പറയണേ. ഏത് ജില്ലയെന്ന് അറിയാം നിങ്ങൾക്ക്? അതെ, കേരളത്തിലെ ഏറ്റവും ഡെവലപ്ഡായ ജില്ലയായ എറണാകുളം ജില്ലയിലാണ്. 2ാം സ്ഥാനം തിരുവനന്തപുരത്തിനാണ്, 3ാം സ്ഥാനം കൊല്ലത്തിനാണ്. മലപ്പുറമൊക്കെ എൻ്റെ പറകില്ല. എന്താ കാരണം? കാരണം എറണാകുളത്തെ ജീവിത രീതി ഞങ്ങളോട് പറയണ്ടല്ലോ. എറണാകുളത്തിൻ്റെ ആളുകളുടെ ജീവിത രീതിയെക്കുറിച്ച് പറയണ്ടല്ലോ അല്ലേ? ഡെവലപ്ഡ് എന്ന് നമ്മൾ പറയുന്നു, പിന്നെ സിറ്റി എന്ന് പറയുന്നു. അവിടുത്തെ അവസ്ഥയെപ്പറ്റി പറയണത്. അപ്പോൾ മനുഷ്യൻ പുരോഗമിക്കുമ്പോൾ മനുഷ്യൻ്റെ കൂടെ പുരോഗമിക്കേണ്ട കുടുംബ വ്യവസ്ഥ ആകെ താറുമാറായിക്കൊണ്ടിരിക്കുന്നു എന്ന കണക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിച്ചത്.